സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഫാദർ ജോസഫ് പുത്തമ്പരിക്കലിന്റെ വീഡിയോ ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്തെ പീഡന ചരിത്രങ്ങൾ സജീവ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. അതേസമയം തന്റെ വീഡിയോ ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ലെന്ന് കാണിച്ച് ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ ഖേദം പ്രകടിപ്പിച്ചു. കോട്ടയത്ത് നടത്തിയ ധ്യാന പ്രസംഗത്തിലാണ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ചർച്ചയ്ക്കിടയായ പരാമർശങ്ങൾ നടത്തിയത്. തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ക്രൈസ്തവർ ഇരയാക്കപ്പെട്ടതായി ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ക്രൈസ്തവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതായും അദ്ദേഹം വിവരിച്ചിരുന്നു. ടിപ്പു സുൽത്താൻ മലബാറിൽ വന്നു. കുതിരപ്പുറത്ത് വന്ന ടിപ്പുവും പട്ടാളവും ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്നു. ഹിന്ദുക്കളെ ഇല്ലാതാക്കി, പേടിപ്പിച്ച് വരട്ടി മുസ്ലിങ്ങളെ. അല്ലാണ്ട് മലബാറിൽ മുസ്ലിം സ്വീകരിച്ചതൊന്നുമല്ല. ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പേടിപ്പിച്ച് മതം മാറ്റിയതാ. 515 വർഷങ്ങൾക്കപ്പുറത്ത് ടിപ്പുവിൻ്റെ പട്ടാളം പള്ളി കാണാൻ മുമ്പോട്ട് പോയി. അപ്പോഴാണ് വാടിയാറിന് മറ്റൊരു യുദ്ധം ടിപ്പുവിനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ പോയിരുന്നില്ലെങ്കിൽ 500 വർഷം മുമ്പ് ആ പട്ടാളം വന്നേനെ. കോട്ടയം, അടൂര്, പത്തനംതിട്ട, ദേവലോകം, വകയാറ്, റാന്നി ഇതിലെ ഒറ്റ പോകുപോയേനെ. അങ്ങനെയെങ്ങാനും പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെയൊക്കെ പേര് ഫാത്തിമ, സുലേഖ, ബഷീർ, മുസ്തഫ. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലിന്റെ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചകൾക്കാണ് ഇടയാക്കിയത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് കേരളത്തിൽ വ്യാപകമായ ക്രൈസ്തവ മതപീഡനങ്ങൾ നടന്നതായും കുന്നംകുളം ആർത്താറ്റുപള്ളി അതിന്റെ സ്മാരകമാണെന്നും ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. അതേസമയം തന്റെ പരാമർശങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഇസ്ലാം മതത്തെ എതിർക്കുന്നില്ലെന്നും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കാത്ത ലക്ഷ്യത്തോടുകൂടിയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അതുപയോഗിച്ച് ടിപ്പു സുൽത്താന്റെ ഡേറ്റ് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1750 മുതൽ കാലഘട്ടം. കേരളത്തിൽ വന്നത് 1789. തെറ്റായ ആ കണക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതൊരു സ്വകാര്യ മതഗ്രൂപ്പിന് ലവ് ജിഹാദിന്റെയും നൈജീരിയയിലെ ക്രൈസ്തവരുടെ കൂട്ടക്കൊലയുടെയും മറ്റു ചില രാജ്യങ്ങളിലുണ്ടാകുന്ന ക്രൈസ്തവരെ കൊല്ലുന്നതിന്റെയും വെളിച്ചത്തിൽ പങ്കുവച്ച ചിന്തകളുടെ വെളിച്ചത്തിലാണ്. അത് ഒരുപാട് പേരെ വേദനിപ്പിച്ചെന്നറിയും. നിർവാചിയും ക്ഷമയോടെയും ഖേദിക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ചിന്തകളുടെ പങ്കുവയ്ക്കും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പങ്കുവച്ചതാണ്. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം എടുത്ത് പലരും വ്യത്യസ്തമായ ലക്ഷ്യത്തോടെ ഉപയോഗിച്ചതാണ് തെറ്റിദ്ധാരണ ഉളവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.